Hi Carrots and welcome back to my channel. Carrots ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2026 എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിൻ്റെ ഫുൾ സിലബസും എക്സാം പാറ്റേണുമാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 2026 എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും വൈ ഗ്രൂപ്പിനാണെങ്കിലും ഈ ഫുൾ സിലബസ് അറിഞ്ഞ് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഡിഫൻസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായിട്ട് റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ് 2026 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത്. എക്സിൻ്റെയും വന്നിട്ടുണ്ട്, വൈഡേയും വന്നു, പിന്നെ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും വന്നിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ February 1 ആണ്. അതിന് മുന്നേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോം ഫില്ല് ചെയ്തിരിക്കണം. മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത്. ഇതേ സെയിം ചാനലിൽ തന്നെ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ബാക്കി അപ്ഡേറ്റ്സ് എല്ലാം തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ ഫുൾ സിലബസ് അപ്ഡേറ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിഞ്ഞല്ലോ എല്ലാവരും. 1 February ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാവരും ഫോം ഫില്ല് ചെയ്യണം. എക്സാം ഡേറ്റും അറിഞ്ഞിരിക്കണം. ഫോം ഫില്ലിംഗ് കഴിയുമ്പോൾ ഉടനെ തന്നെ എക്സാം ഡേറ്റ് എന്തായാലും March 30 ആണ്. ടൈമിന് വളരെ കുറവാണ്. സിലബസ് ഇത്രയും നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി കൂടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. കുട്ടികളെ നോക്കൂ, സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ phase 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേവിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ 2 എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ആകെ ഒരു എക്സാം മാത്രമേ നിങ്ങൾ ക്രാക്ക് ചെയ്താൽ മതി. സ്റ്റേജ് 2 എന്ന് പറയുന്നത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റിലും പിന്നെ SRT ആൻഡ് GD ആണ്. അവിടെ നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട്. മനസ്സിലായി? ഈസി എന്ന് പറഞ്ഞാൽ അവിടെയും പഠിക്കണം. ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ നല്ലപോലെ കണ്ടക്ട് ചെയ്യണം. ഒത്തിരി കാര്യങ്ങൾ അവിടെയും ഉണ്ട്. പക്ഷേ മെയിൻ എന്ന് പറയുന്നത് ഈ phase 1 ഓൺലൈൻ എക്സാം ആണ്. ഇത് നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഫേസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 2 ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ക്വാളിഫൈ ആണ്. സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെലക്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റേജ് 1 റിട്ടൺ എക്സാമിന് നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. എക്സ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോക്കൂ കുട്ടികളെ, മാത്സിൽ നിന്ന് 25, ഫിസിക്സ് 25, ഇംഗ്ലീഷ് 20. വൈയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് 20, റീസണിങ്, GK, മാത്സ് ഇതെല്ലാം കൂടെ ചേർത്ത് 30 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം. 45 മിനിറ്റ്സ്. നേറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 0.25 ആണ്. എക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ടോട്ടൽ 70 ക്വസ്റ്റ്യൻ, പിന്നെ 60 മിനിറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് എക്സാമിനായിട്ട് ലഭിക്കുന്നത്. ഇനി നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഓരോ സിലബസ് അപ്ഡേറ്റ്സ് നോക്കാം. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സ് എക്സിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൻ്റെ ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്, കൈനമാറ്റിക്സ്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, മോഷൻ ഓഫ് സിസ്റ്റം, ഗ്രാവിറ്റേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ, തെർമോഡൈനാമിക്സ്, പെർഫെക്റ്റ് ഗ്യാസസ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഓസിലേഷണൽ വേവ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഒപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഇലക്ട്രോണിക് ഡിവൈസസ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫിസിക്സിൻ്റെത്. ഫിസിക്സിൽ നിന്ന് തന്നെ ടോട്ടൽ 25 ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. എന്താണ് കുട്ടികളെ? ടോട്ടൽ 25 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചാപ്റ്റർ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിലേക്ക് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ. ക്ലിയർ? നെക്സ്റ്റ് ആണ് മാത്സ്. +2 ലെവലിലുള്ളതാണിത് കേട്ടോ കുട്ടികളെ. ആർമി, GD അതുപോലെ തന്നെ SSGയുടെ സിലബസ് അല്ല. ഇവിടെ ടോട്ടലി ഡിഫറൻ്റ് ആണ്. പ്രോപ്പർ +2 ബേസിലുള്ള ക്ലാസ് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എന്നാലും നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിലേക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ സെറ്റ്സ്, റിലേഷൻ ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ്, കാർട്ടീഷ്യൻ സിസ്റ്റം, റെക്ടാംഗുലർ, പെർമുട്ടേഷൻ കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രൈറ്റ് ലൈൻസ് ആൻഡ് ഫാമിലി ഓഫ് ലൈൻസ്, സർക്കിൾസ് ആൻഡ് ഫാമിലി ഓഫ് സർക്കിൾസ്, കോണിക് സെക്ഷൻ, 3-dimensional geometry, matrices and determinants, limits and continuity, differentiation, application derivatives, indifferent integral, definite, application of integral, differential equation, vectors, probability, statistics. ഇതാണ് മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. മാത്സിൽ നിന്ന് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കുട്ടികളെ? ടോട്ടൽ 25 ക്വസ്റ്റ്യൻ ആണ് മാത്സിൽ നിന്നും വരുന്നത്. എത്രയാണ്? 25 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെയും അതുപോലെ തന്നെ മാത്സിൻ്റെയും മനസ്സിലായി. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇതെടുത്ത് ഇതേ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകണം. ഇതാണ് ഫിസിക്സിൻ്റെ ഒഫീഷ്യൽ സിലബസ് എന്ന് പറയുന്നത് എയർഫോഴ്സ് എക്സിൻ്റെത്. ഇതാണ് മാത്സിൻ്റെ ഒഫീഷ്യൽ സിലബസ് എയർഫോഴ്സ് എക്സിൻ്റെത്. സ്ക്രീൻഷോട്ട് എടുക്കുക, ഇതനുസരിച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ഇംഗ്ലീഷിൻ്റെ നോക്കാം കുട്ടികളെ. ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് വെർബ്, നൗൺ, പാർട്സ് ഓഫ് സ്പീച്ച്, വൊക്കാബുലറി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് കോംപ്രിഹെൻഷൻ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്ന്. ഇതിനകത്ത് തന്നെ വൊക്കാബുലറി സെക്ഷൻ ഡിഫറൻ്റ് ആയിട്ടുണ്ട്. അതായത് അനോണിയംസ് ഉണ്ട്, സിനോണിയംസ് ഉണ്ട്, വൺ വേർഡ് ഉണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, മിസ്പെൽഡ് ഉണ്ട്. ഇതെല്ലാം വൺ വേർഡ് സെക്ഷനകത്താണ് വരുന്നത്. പിന്നെ ഗ്രാമർ പോർഷനകത്ത് മെയിനായിട്ട് വരുന്ന ഗ്രാമർ പോർഷനകത്തും കുറച്ച് 3 to 4 വേരിയേഷൻ ഉണ്ട്. സ്പോട്ട് എറർ ഉണ്ട്, അതേപോലെയുള്ള അതൊന്നും നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് പഠിച്ചു പോകുമ്പോൾ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ കുട്ടികളെ. അപ്പോൾ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സിൻ്റെ
പറഞ്ഞാൽ മനസ്സിലായല്ലോ. എയർഫോഴ്സ് എക്സിൻ്റെ ഫിസിക്സിൻ്റെ സിലബസ് മനസ്സിലായി, വൈഡ് സിലബസ് മനസ്സിലായി, അതേപോലെ ഇംഗ്ലീഷിൻ്റെയും മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം എയർഫോഴ്സ് വൈഡത്. നോക്കൂ കുട്ടികളെ, ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിലുള്ള ടോപ്പിക്കുകളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഫോഴ്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഹീറ്റ്, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, പവർ, സൗണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഫിസിക്സിൽ നിന്നും വരുന്ന. എല്ലാവരും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആസിഡ് ബേസ് സാൾട്ട്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്, ആറ്റോമിക് സ്ട്രക്ചർ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പീരിയോഡിക് ടേബിൾ. ഉടനെ തന്നെ എല്ലാ കുട്ടികളും സ്ക്രീൻഷോട്ട് എടുത്തോളൂ, എന്നിട്ട് നോട്ട് ചെയ്യണം. ഇതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മനസ്സിലായിട്ടുണ്ട്. ഇനി ബയോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസീസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. പൊളിറ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾസ് ആൻഡ് പ്രിയാമ്പിൾ. ഈ എയർഫോഴ്സ് വൈയുടെ കാര്യം പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടോട്ടൽ 50 ക്വസ്റ്റ്യൻ ആണ്. 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നും, 15 ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ നിന്നും, 6 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നും, പിന്നെ 9 ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, ജി കെയിൽ നിന്നാണ്. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അവസാനം ഞാനൊരു നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന. പ്രോപ്പർ ഇതേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനവും ഞാൻ നമ്മുടെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈയുടെ കോഴ്സിൻ്റെ അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. ഓറിയൻറ്റേഷൻ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ? ക്ലിയർ? ഓക്കെ, ഗുഡ്. ഇനിയാണ് ജോഗ്രഫി. ജോഗ്രഫിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൗണ്ടൻസ്, റിവേഴ്സ് ആൻഡ് സോയിൽസ്. ഹിസ്റ്ററിയുടെ ആണ് ഫ്രീഡം മൂവ്മെൻറ്റ്. ഇനി ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കുകയാണ് മാത്സ്, LCM, HCF, സിംപ്ലിഫിക്കേഷൻ, റേഷൻ പ്രൊപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസുറേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ആവറേജ്, സർഫസ് ഏരിയ, ട്രിഗ്നോമെട്രി, പെർസെൻറ്റേജ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ ചാപ്റ്റർ എല്ലാം നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. സ്റ്റാറ്റിക് ജിയുടെ കാര്യം പറയുകയാണെങ്കിൽ മേജർ പോർട്സ്, നിക് നെയിം ആൻഡ് റിയൽ നെയിം, ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഗവർണർ, ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം, ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ, വേൾഡ് ഹെറിറ്റേജ്, ഫെസ്റ്റിവൽ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, ലാംഗ്വേജ്, കൺട്രി ക്യാപിറ്റൽ, കറൻസി. ഇനി ഫൈനലായിട്ടുള്ളതാണ് റീസണിങ്, ന്യൂമറിക്കൽ സീരീസ്, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, നമ്പർ റാങ്കിങ്, അസൈൻ ആർട്ടിഫിഷ്യൽ വാല്യൂസ്, കറക്റ്റ് മാത്തമാറ്റിക്കൽ സൈൻ, ബ്ലഡ് റിലേഷൻ, കോഡിംഗ് ഡീകോഡിംഗ്, മ്യൂച്വൽ റിലേഷൻ പ്രോബ്ലം, ടാളസ്റ്റ് യങ്ങസ്റ്റ് റിലേഷൻ, ഡിക്ഷണറി വേർഡ്, അനലോജി, നോൺ വെർബൽ റീസണിങ്, നമ്പർ കോഡിംഗ് ആൻഡ് നമ്പർ പസിൽ. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒത്തിരി ഉള്ളതായിട്ട് തോന്നും. ഒത്തിരി ഒന്നുമില്ല, വളരെ ഈസിയാണ്. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കേട്ടോ കുട്ടികളെ? അപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. വളരെ ഈസി ആയിട്ട് മാർച്ച് 2nd വീക്കോടെ നിങ്ങൾക്ക് എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം, അതായത് എയർഫോഴ്സ് എക്സിനും വൈക്കും തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം എന്താണ് സിലബസ്, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏത് ലെവലിലാണ് ഞാൻ പഠിക്കേണ്ടത്. +2 ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങളുമുണ്ട്, 10th ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടുന്നത്. അപ്പോൾ കുട്ടികളെ, ഇത് നമ്മുടെ പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് ആണ്. 01/2026 ഇൻടേക്കിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളാണിത്. 02/2026 ഇൻടേക്കിലെ കുട്ടികൾ ഇപ്പോൾ ആൾറെഡി ഇവിടെ സ്റ്റേജ് 2 ഇപ്പോൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് നേവിയിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്കെല്ലാം കിട്ടിയ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ 01/2026 ഇൻടേക്കാണ്. ഇവർ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് 2026 ഫെബ്രുവരി മന്തിലാണ്. ഫെബ്രുവരി 2nd വീക്കിലാണ് ഇവർ ട്രെയിനിങ് സ്റ്റാർട്ടാകാൻ പോകുന്നത്. ഇവരിപ്പോൾ ട്രെയിനിങ്ങിന് പോകാനായിട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ സെലക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആർമി, നേവി, എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ തരാനും പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻ തരാനും നമ്മളും റെഡിയാണ്. സ്റ്റേജ് 2 എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ. ഇവിടെ നമ്മൾ എല്ലാത്തിനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സിൻ്റെ 4000 ആണ്, വൈ 2500 ആണ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് 4000 ആണ്. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് കിട്ടും, റെക്കോർഡ് സെഷൻ കിട്ടും, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, മോക്ക് ടെസ്റ്റ് കിട്ടും, ഫിസിക്കൽ ട്രെയിനിങ് കിട്ടും. ഈ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റേജ് 2 സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. സ്റ്റേജ് 2 നിങ്ങൾക്ക് SRT, സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റിൻ്റെ ക്ലാസ് ഇവിടെ നിന്ന് ലഭിക്കും, നോട്ട്സ് എല്ലാം കിട്ടും. സ്റ്റേജ് 2 നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയും ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മെഡിക്കൽ അവയർനെസ്സിൻ്റെ ഹെൽപ്പും കിട്ടും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വേറെ ഒരു പ്ലാറ്റ്ഫോമിലും പോകേണ്ട ആവശ്യമില്ല. സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം എല്ലാ ഹെൽപ്പും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കാണും. കുട്ടികളെ, ഇതോടൊപ്പം എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ഈ 2 നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചില കുട്ടികൾ പറയാറുണ്ട്, സാർ ഈ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. കുട്ടികളെ രാത്രി 8 മണിക്കും അതുപോലെ തന്നെ ഈവനിങ് ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ആരാണ് എടുക്കുന്നത്? അത് ഇവിടെ നല്ല എങ്ങും എടുക്കാറില്ല.
അപ്പോൾ നിങ്ങളുടെ കോളിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 ആണ്, പിന്നെ ഈവനിങ് 5:30 ആണ്. ഈ ടൈമിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പിന്നെ രാത്രി നിങ്ങൾ വിളിച്ചാലും അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു പോയിൻ്റ്, അടുത്ത ദിവസം നിങ്ങൾ വിളിക്കുന്നതായിരിക്കും രാവിലെ ഇവിടുത്തെ സ്റ്റാഫ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽപ്പിനായിട്ട് ഞങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം കാണും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.